28, 29, 30. തോണിയുണ്ട് ജോസഫേട്ടാ. പണി വല്ലോണ്ടേ പറ. പുറംകടലിൽ ഒരു കപ്പൽ വന്നിട്ടുണ്ട്. ഒരാൾ വന്നിരുന്നു. സിഗരറ്റും വിസ്കിയും ഒരു പാക്കറ്റ് സിസർ. നീ സന്ധിക്കുവാ. ഒരു 15 രൂപ. 20 രൂപ നേരത്തെ പറ്റുന്നുണ്ട്. എന്നാ ഇത് ആ തിരുവില് KLE 54, 55 ഒരു കറുത്ത അംബാസഡർ കാർ ഉണ്ട്. അതിൽ കൊണ്ടുപോയി. അതിനാളെ വേറെ വിളിക്കണം. കരയ്ക്ക് എത്തിച്ചപ്പോ നമ്മുടെ കരാർ തീർന്നു ജോസഫേട്ടാ. നിനക്ക് വലിയ പവറായി പോയി അല്ലേ? ഞാൻ നോക്കിക്കോളാം. ബാക്കി കാശെടുക്ക്. നീ നാളെ കടയിലോട്ട് വാ. എനിക്കിപ്പോ വേണം. എടുക്ക് ജോസഫേട്ടാ. നിനക്ക് എന്നെ അത്ര വിശ്വാസക്കുറവോ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഏത് നേരത്തെ ജോസഫേട്ടനകത്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നേരത്തെ കണക്ക് തീർത്ത ബേജാറിലല്ലോ രണ്ടു കൂട്ടർക്കും. എന്നാ തീർന്നല്ലോ. അസുഖമൊന്നുമില്ല ഇപ്പൊ? ആർക്കാ അസുഖം? അത് കുറച്ച് മേക്കടച്ചിലുണ്ടായി. വേറെ എന്താ അസുഖം? എവിടെ മാഷ്ക്ക് പണി? അല്ല, ഒരു ട്രാവൽ ആൻഡ് ഹംസ, സൂപ്പർ ട്രാവൽസ് ആണ് ഹംസ. പരിചയം ഉണ്ടാവില്ല അല്ലേ? ഈ ഭാഗത്താണ്. അറിയില്ലല്ലോ. ഒന്നുമില്ല, പുള്ളിക്കാരനൊന്ന് കാണാൻ വന്ന. അപ്പോ നാട് ഇവിടെ അല്ല? അല്ല, വടക്കഞ്ചേരില്ല. അല്ല മാഷെ, കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല ഞാനെന്തെങ്കിലും? ഒന്നും വേണ്ട. ഒരു മദാവൻ സായിപ്പ് ഒരു റൗണ്ട് എടുത്തു. സായിപ്പ് തന്നെയാണ് തോന്നിയ മുഴുവൻ. വെച്ചോ, ഇവെല്ലാം കഴിച്ച് വീട്ടിലിരുന്നു. എനിക്ക് പണിയുണ്ട്. ഞാനും വരാൻ കരുണേട്ടാ. വേണ്ട, പുലിവാലിന് വല്ല റേഡുകാരും വന്ന് നീ അകത്താവണ്ട. കരുണേനുള്ളപ്പോ എനിക്കെന്താ പേടി? ഞാൻ വരാം. പോടാ, ഈ പ്രായത്തിലെ നീ ഒരു നോട്ടപ്പുള്ളി ആവണ്ട. പോ. തോണി വരില്ലേ? എനിക്ക് അക്കരയ്ക്ക് പോണം. ഇത് അക്കരയ്ക്ക് പോവോ? ഇല്ല, ആ തോണി വിളിച്ചോ. അയാൾ വിളിച്ചാ വരുന്നില്ല. അപ്പുറത്തെ ജെട്ടി പോയാലേ ബോട്ടിനാവും 25 വെച്ചേക്ക്. ₹1 കുറഞ്ഞ് തോണിക്കാര് പോവില്ല. തുരുത്തിലാ എനിക്ക് ഇറങ്ങേണ്ടത്. ബോട്ടിന് പോയാ പിന്നെ ഒരുപാട് നടക്കണം. ഈ തോണി പോവില്ല. കേറ്.
വേണ്ട, ഞാൻ ഏതായാലും വഴിക്ക് പോകേണ്ടതാ. ഏത് വീട്ടിലെയാ? ഞാൻ വൈക്കത്തുനിന്ന് വന്നതാ. ഒപ്പം പഠിച്ചൊരു കുട്ടിയുടെ അഡ്രസ് ഉണ്ടായിരുന്നു. ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടുമെന്ന് ആ കുട്ടിയെ അന്വേഷിച്ച് ചെന്നപ്പം കോഴിക്കോട്ടേക്ക് മാറ്റായി പോയത്രേ. വെറുതെ കുറെ അലച്ചില്, വലിയ ഉപകാരം. പിന്നെ ആ ചെറിയ പണി മടങ്ങി വന്നു. മൂടൗട്ടായിട്ടാ നടത്തം. എവിടെ എവിടെ? അവിടെ ഇരുന്നാ മതി. ചെറിയ വിളിച്ച് നോക്കി നിൽക്കാനല്ല പറഞ്ഞത്. ആ, നീ എവിടെയായിരുന്നു? എന്റെ ഫ്രണ്ട്സാണ്, വലിയ ആൾക്കാർ. വാ, പരിചയപ്പെടുത്താം. വേണ്ട, ഞാൻ ആരും നിന്നെ പച്ചക്ക് തിന്നാൻ പോണില്ല. വരൂ, വാ. അമേരിക്കൻ കപ്പലിലെ വലിയ എഞ്ചിനീയറാ. നീ 10 ക്ലാസ് പഠിച്ചല്ലേ? എന്തെങ്കിലും പറ, ചെറിയ ഇംഗ്ലീഷില്. നിനക്ക് കപ്പലിന്റെ ആം കാണോ ദേവേനി? ഇരിക്ക്, പേടിക്കാൻ എന്താ? ഡോളറിന്റെ നോട്ട് കണ്ടുണ്ടോ നീ? ഇരിക്ക് ദേവേനി, ഇരിക്കാൻ. ഒച്ചയും വെള്ളം കൂട്ടി ആൾക്കാരെ അറിയിച്ച അരിയും കായലറിയും. ഷീ ന്യൂ BA, വെരി ഗുഡ്. അങ്ങോട്ട് കളി. വേഗം തീ പോട്ട്. ഇത് കാലിൽ വീണ വഴി എന്റെ തോളിയിൽ വന്ന് പറ്റി. ആ തോളിയല്ലേ? ആ, എന്തെങ്കിലും മാറാൻ തരാൻ ഇവിടെ പെണ്ണുങ്ങളാരും പാർക്കണില്ല. വല്ല ലുങ്കിയോ വല്ലതും ഉണ്ടോ നോക്ക്. കുറച്ചേരം തീയാഞ്ഞിരിക്കും. വരൂ. ഓരോന്ന് വലിഞ്ഞു കയറും മനുഷ്യനെ കിടത്തെ. കണ്ടില്ല, ചിലപ്പോ കഷ്ടകാലത്തിന് വല്ല പോയെങ്കിൽ പോടാ. അങ്ങനെ എളുപ്പത്തിൽ കളയാനുള്ളതല്ല അവള്. ഞാൻ പോലീസിൽ പറയും. പോലീസുകാരടി, നിന്റെ അപ്പനാ ആർത്തിയം തുണ്ടപ്പെട്ടി കളയും. അതിന് ധൈര്യമുണ്ടോ? ചത്ത ശരീരം വെച്ച് കച്ചവടം നടത്താൻ പറ്റില്ലല്ലോ. നീ അല്ലെങ്കിൽ വേറെ 100 വരും. ഈ നാരായണ എനിക്ക് ശരിക്കും അറിയില്ല. തടുത്തു പിടിച്ചൊരു നല്ല ബിസിനസ് കൊണ്ടുവന്നപ്പോ ഒരുമ്പെട്ടുകൊണ്ടൊരു പാതിവൃത്യം. അടിയൊഴുക്കുള്ള കായല, ചിലപ്പോ ശവം കാണില്ല. കരുണേട്ടനും ഒരിക്കലും അങ്ങനെ തീരേണ്ടതായിരുന്നു. രാത്രി കരുണേട്ടൻ തോണി ഇറക്കിയത് ഭാഗ്യം എന്ന് വിചാരിച്ചാ മതി. ചാവാത്തത് എന്റെ നിർഭാഗ്യം. എല്ലാം അങ്ങോട്ട് കഴിഞ്ഞിരുന്നു വെച്ചാ പിന്നെ കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ. അതിനും ദൈവം സമ്മതിക്കില്ല. സാരല്ല, ഒന്നും പറ്റിയില്ലല്ലോ. വിശക്കുന്നുണ്ടാവും. ഞാൻ വേണ്ട. ചന്ദ്ര, ഇതേ കിട്ടിയുള്ളൂ. ഈ നേരത്ത് ഹോട്ടലിൽ ചോറും കറിയൊന്നും കാണുകയല്ല. പാടേന്ദ്ര അവിടെ വല്ലതും കഴിക്കട്ടെ.
തോണിയിൽ സാധനങ്ങളുണ്ട്, ഇറക്കി വെക്കാൻ നേരം കിട്ടിയില്ല. മേപ്പുറത്തെ കയറ്റി വെച്ചിട്ട് നീ അതിൽ കിടന്നോ. ആ കുപ്പിയിൽ വല്ലതും ബാക്കിയുണ്ടോടാ? വെക്കോ. അവിടെ അങ്ങനെ ഒരു പായ കാണും, കയറി കിടന്നോ. ചരിത്രമൊക്കെ പിന്നെ പറയാം. കിടന്നോ. ആ വാതിലടച്ചേക്ക്.